Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മെയ് 21 വ്യാഴാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അരിവാൾ രോഗത്തിന് ലോകത്തിലെ ഏറ്റവും ആധുനികമായ ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ബഹ്റിൻ സ്വദേശി അംജദ് കാസിം അഹമ്മദിനെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ റിഫ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. US-ന് പുറത്ത് ഈ അത്യാധുനിക ചികിത്സ വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ രോഗിയാണ് ഇദ്ദേഹം. അമേരിക്കൻ സാങ്കേതിക വിദ്യയായ കാസ്ഗേവി ഉപയോഗിച്ച് പൂർണ്ണമായും ബഹ്റിനിൽ വെച്ച് അസ്ഥിമജ്ജ മാറ്റിവെക്കൽ വഴിയാണ് ഈ ചരിത്രപരമായ നേട്ടം കൈവരിച്ചത്. ഇതോടെ അത്യാധുനിക മെഡിക്കൽ രംഗത്തെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ബഹ്റിനും ഇടം പിടിച്ചു. ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ പൗരന്മാർക്ക് ലോകോത്തര ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ നേട്ടം കൈവരിച്ച ബഹ്റൈനിലെ വിദഗ്ധ മെഡിക്കൽ സംഘത്തെയും ടീം ബഹ്റിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. തനിക്ക് ലഭിച്ച മികച്ച പരിചരണത്തിന് അംജദ് കാസിം ഭരണാധികാരികൾക്കും രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചു. UK-യും ഗൾഫ് സഹകരണ കൗൺസിലും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ വിജയകരമായി പൂർത്തിയായി. ബഹ്റിൻ ഉൾപ്പെടെയുള്ള 6 GCC രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഈ കരാർ ഒരു G7 രാജ്യവുമായി GCC ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ സമഗ്ര വ്യാപാര ഉടമ്പടിയാണ്. ഇതിലൂടെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിവർഷം 15.5 ബില്യൺ പൗണ്ടോളം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പുതിയ കരാർ വഴി UK-യിലേക്കുള്ള ബഹ്റിൻ കയറ്റുമതികൾക്കുള്ള കസ്റ്റംസ് നികുതികൾ ഉടനടി ഒഴിവാക്കപ്പെടും. കൂടാതെ ഫിൻടെക്, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ ധനകാര്യ മേഖലകളിലെ വിവര കൈമാറ്റം എളുപ്പമാകും. യോഗ്യതകളുടെ പരസ്പര അംഗീകാരത്തിലൂടെയും ലളിതമായ വിസ നടപടികളിലൂടെയും എഞ്ചിനീയർമാർ, അഭിഭാഷകർ, അക്കൗണ്ടന്റുമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്ക് UK-യിൽ പുതിയ തൊഴിൽ സാധ്യതകളും തുറന്നുകിട്ടും. ബഹ്റൈനിലെ ഉപഭോക്താക്കൾക്ക് UK-യിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൂടുതൽ വിലക്കുറവിൽ ലഭ്യമാകാനും ഇത് വഴിയൊരുക്കും. UK-ബഹ്റിൻ ബന്ധത്തിലെ ചരിത്രപരമായ നാഴികക്കല്ലാണ് ഇത് എന്ന് ബഹ്റിനിലെ ബ്രിട്ടീഷ് അംബാസഡർ അലസ്റ്റെയർ ലോങ് വ്യക്തമാക്കി. ബഹ്റിൻ ഷൂറ കൗൺസിലിന്റെ 6ാം നിയമനിർമ്മാണ കാലാവധിയിലെ 4ാമത് സാധാരണ സമ്മേളനം വിജയകരമായി സമാപിച്ചു. 29 ഔദ്യോഗിക ഇരിപ്പുകളിലായി 15 രാജകീയ ഉത്തരവുകൾ, 72 ബില്ലുകൾ, 8 നിർദ്ദിഷ്ട നിയമങ്ങൾ എന്നിവയുൾപ്പെടെ ആകെ 95 നിയമനിർമ്മാണ വിഷയങ്ങളാണ് കൗൺസിൽ ഈ സമ്മേളനത്തിൽ കൈകാര്യം ചെയ്തത്. പരിഗണിച്ച 72 ബില്ലുകളിൽ 32 എണ്ണം ഷൂറ കൗൺസിലും പാർലമെന്റും സംയുക്തമായി പാസാക്കി ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു. ഇരുസഭ ും തമ്മിൽ വിയോജിപ്പുള്ള 4 ബില്ലുകളിൽ നാഷണൽ അസംബ്ലി ചേർന്ന് തീരുമാനമെടുക്കും. രാജ്യത്തിന്റെ സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, തൊഴിൽ, ആരോഗ്യം, സ്ത്രീ ശിശുക്ഷേമം എന്നിവ മുൻനിർത്തി സർക്കാരുമായി ചേർന്ന് ജനനന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഈ സമ്മേളനത്തിന് സാധിച്ചതായി ഷൂറ കൗൺസിൽ വിലയിരുത്തി. ബഹ്റൈൻ്റെ ഔദ്യോഗിക മുദ്രയുള്ള പതക്കം അബദ്ധത്തിൽ വിഴുങ്ങി അന്നനാളത്തിൽ കുടുങ്ങിയ കുഞ്ഞിനെ അത്യാധുനിക എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തി. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച കുട്ടിക്ക് റോയൽ മെഡിക്കൽ സർവീസസിലെ പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റൽ സർജറി കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. മറ്റ് ആന്തരികാവയവങ്ങൾക്ക് പരിക്കേൽപ്പിക്കാതെ അതീവ ജാഗ്രതയോടെയാണ് പതക്കം പുറത്തെടുത്തത്. അപകടനില തരണം ചെയ്ത കുട്ടി പൂർണ്ണസുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് കയ്യെത്താത്ത ദൂരത്ത് സൂക്ഷിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ വൈദ്യസഹായം തേടണമെന്നും മെഡിക്കൽ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. കുട്ടികൾക്കിടയിൽ ജനപ്രിയമായ റോബ്ലോക്സ് ഗെയിം ബഹ്റിനിൽ നിരോധിക്കാനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ സർവീസ് കമ്മിറ്റി അംഗീകാരം നൽകി. ഗെയിം പൂർണ്ണമായി നിരോധിക്കുന്നത് കുട്ടികളെ VPN വഴി കൂടുതൽ അപകടകരമായ സൈറ്റുകളിലേക്ക് നയിക്കുമെന്ന ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ മുന്നറിയിപ്പ് മറികടന്നാണ് ഈ തീരുമാനം. ഗെയിം അഡിക്ഷൻ, അപരിചിതരുമായുള്ള സമ്പർക്കം വഴിയുള്ള സൈബർ ചൂഷണം, കുട്ടികളുടെ മാനസിക പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നിവ മുൻനിർത്തി MP ഡോക്ടർ മറിയം അൽ ദായനാണ് നിരോധന നിർദ്ദേശം സമർപ്പിച്ചത്. ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ഗെയിം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നു. എന്നാൽ സുരക്ഷ മുൻനിർത്തി ഗൾഫ് മേഖലയിൽ റോബ്ലോക്സിലെ വോയിസ് ടെക്സ്റ്റ് ചാറ്റുകൾ ഇതിനകം തന്നെ നിർത്തലാക്കിയിട്ടുണ്ടെന്നും പ്രായം തിട്ടപ്പെടുത്താൻ ഫേഷ്യൽ വെരിഫിക്കേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും TRA വ്യക്തമാക്കി. എങ്കിലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി നിരോധന നീക്കവുമായി മുന്നോട്ടു പോകാനാണ് പാർലമെന്റ് സമിതിയുടെ തീരുമാനം.
ബഹ്റൈൻ്റെ ദേശീയ വികാരവും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതി 33 ബഹ്റിനി കലാകാരന്മാർ അണിനിരന്ന ലവ് ആൻഡ് ലോയൽറ്റി ചിത്രപ്രദർശനം അലുമിനി ക്ലബ്ബിൽ ആരംഭിച്ചു. ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമൂദ് അൽ ഖലീഫ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തോടുള്ള സ്നേഹവും ഐക്യവും പ്രതിഫലിപ്പിക്കുന്ന വ്യത്യസ്ത ശൈലിയിലുള്ള കലാസൃഷ്ടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തോടുള്ള ഭക്തിയും ജനങ്ങളുടെ രാജ്യസ്നേഹവുമാണ് ഈ പ്രദർശനത്തിന് പ്രചോദനമായതെന്ന് സംഘാടകൻ ബദർ അൽ അലി പറഞ്ഞു. ഹിസ് മജസ്റ്റി രാജാവിനെ രാജ്യത്തിൻ്റെ കാവൽക്കാരനായി ചിത്രീകരിക്കുന്ന പ്രൊട്ടക്ടർ ഓഫ് ബഹ്റൈൻ എന്ന അദ്ദേഹത്തിൻ്റെ പെയിന്റിംഗ് പ്രദർശനത്തിലെ പ്രധാന ആകർഷണമാണ്. ബഹ്റൈൻ പതാകയുടെ വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള സൃഷ്ടികളും ദേശീയ ഐക്യത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ചിത്രങ്ങളും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. സദേൺ ഗവർണറേറ്റിലെ ജനങ്ങൾക്കായി കുറഞ്ഞ ചെലവിൽ വിവാഹങ്ങളും മറ്റ് ഒത്തുചേരലുകളും നടത്താൻ പൊതുഹാൾ നിർമ്മിക്കണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ സർവീസ് കമ്മിറ്റി അംഗീകാരം നൽകി. എംപിമാരായ ഡോക്ടർ അലി അൽ നുയൈമി, അലി സഖർ, മുഹമ്മദ് സൽമാൻ അൽ അഹമ്മദ് എന്നിവരാണ് ഈ നിർദ്ദേശം സമർപ്പിച്ചത്. സ്വകാര്യ ഹാളുകളുടെ വാടക കുത്തനെ ഉയർന്നത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവയ്ക്കുന്നുവെന്നും പൊതുഹാൾ വരുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നും എംപിമാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രസ്തുത മണ്ഡലത്തിൽ നിലവിൽ തങ്ങളുടെ ഉടമസ്ഥതയിൽ ഒഴിഞ്ഞ ഭൂമി ലഭ്യമല്ലെന്ന് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയം സമിതിയെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സമിതിയുടെ തീരുമാനം. വീട്ടുജോലിക്കാരിയെ ആക്രമിച്ച് കാതിന് സ്ഥിരമായ വൈകല്യം വരുത്തിയ 30-കാരന് ബഹ്റൈൻ ഹൈക്രിമിനൽ കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. മൊബൈൽ ഫോൺ കാണാതായതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമത്തിൽ കലാശിച്ചത്. 2026 മാർച്ച് 4-നായിരുന്നു സംഭവം. ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് പ്രതി യുവതിയെ മർദ്ദിക്കുകയും നിലത്തേക്ക് തള്ളിയിടുകയുമായിരുന്നു. അക്രമത്തിനിടയിൽ യുവതിയുടെ ഇടത് കാതിന്റെ ഒരു ഭാഗം അറ്റുപോവുകയും 7% സ്ഥിരമായ വൈകല്യം സംഭവിക്കുകയും ചെയ്തു. താൻ യുവതിയെ കടിച്ചതായി ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചിരുന്നു. കുറ്റം തെളിഞ്ഞതിനെ തുടർന്നാണ് കോടതി ശിക്ഷ വിധിച്ചത്. മദ്യപിച്ച് അശ്രദ്ധമായി വാഹനമോടിച്ച ഒരാളുടെ മരണത്തിനും 3 പേർക്ക് പരിക്കേൽക്കാനും കാരണക്കാരനായ ഡ്രൈവർക്ക് വിധിച്ച 3 വർഷം തടവ് ശിക്ഷ ബഹ്റൈൻ അപ്പീൽ കോടതി ശരിവച്ചു. രജിസ്ട്രേഷനും ഇൻഷുറൻസും ഇല്ലാത്ത വാഹനവുമായാണ് പ്രതി അപകടമുണ്ടാക്കിയത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡിൽ 75 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞെത്തിയ വാഹനം നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തപാൽ പാഴ്സലുകളായി എത്തിയ ക്രിക്കറ്റ് ബാറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് 5 കിലോഗ്രാം മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഏഷ്യൻ സ്വദേശിക്ക് ബഹ്റൈൻ ഫസ്റ്റ് ക്രിമിനൽ കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. തടവിനു പുറമെ 3000 ബഹ്റൈനി ദിനാർ പിഴയും ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പാഴ്സലുകൾ എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ക്രിക്കറ്റ് ബാറ്റുകൾക്കുള്ളിൽ പ്ലാസ്റ്റിക് കവറുകളിൽ ഒളിപ്പിച്ച നിലയിൽ ഷാബു എന്ന മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെ പാഴ്സൽ കൈപ്പറ്റാൻ എത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളിൽ നിന്ന് ഡിജിറ്റൽ തരാസും കണ്ടെടുത്തു.
വടകര സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി മുതൽ നടത്തിവന്ന ആദ്യ ബാച്ചിന്റെ പ്രസംഗ പരിശീലന ക്ലാസിന് സമാപനമായി. ലത്തീഫ് കോലിക്കൽ നയിച്ച ക്യാമ്പിൽ 30ഓളം പേർ പങ്കെടുത്തു. സഹൃദയവേദി ഓഫീസിൽ സുനിൽ വില്യാപ്പള്ളിയുടെ കോർഡിനേഷനിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗമായി ക്യാമ്പ് അംഗങ്ങളെ ധ്വനി, താളം, കാവേരി എന്നീ ഗ്രൂപ്പുകളായി തിരിച്ച് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ ശ്രീജിത്ത് മൊകേരി 1ാം സ്ഥാനവും അജീഷ് കെ 2ാം സ്ഥാനവും ദീപ അജീഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മികച്ച അവതാരകനുള്ള പുരസ്കാരം മുഹമ്മദ് അഷ്റഫ് നേടി. വിജയികൾക്കുള്ള സമ്മാനദാനവും പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടനാ ഭാരവാഹികളും ലത്തീഫ് കോലിക്കലും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ പ്രീജ വിജയൻ, ഷബീന സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. MM ബാബു നന്ദി രേഖപ്പെടുത്തി. VD സതീശന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് OICCയും KMCCയും സംയുക്തമായി ആഘോഷിച്ചു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം അധ്യക്ഷത വഹിച്ച വിജയാഘോഷ സമ്മേളനം KMCCയുടെ മുതിർന്ന നേതാവ് കുട്ടൂസ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. KMCC ട്രഷറർ KP മുസ്തഫ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബോബി പാറയിൽ, ഫ്രാൻസിസ് കൈതാരത്ത്, റഫീഖ് തോട്ടക്കര, മനു മാത്യു, അഷ്റഫ് കാട്ടിൽ പീടിക, KC ഷമീം, ജേക്കബ് തേക്കുംതോട്, ചെമ്പൻ ജലാൽ, ഷാഫി പാറക്കട്ട, മിനി മാത്യു, അശ്വതി, സനീഷ്, മാധ്യമപ്രവർത്തകരായ EV രാജീവ്, സിറാജ് പള്ളിക്കര എന്നിവർ ആശംസകൾ അർപ്പിച്ചു. OICC ജനറൽ സെക്രട്ടറി പ്രദീപ് മേപ്പയൂർ നന്ദി രേഖപ്പെടുത്തി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.